എന്നോടിപ്പം മാർവലാണോ ഡിസിയാണോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മാർവൽ എന്നേ പറയുള്ളൂ. ശരിയാണ് ഡിസിയിൽ നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ബാറ്റ്മാന്, ഫ്ലാഷ് അങ്ങനെ കുറേ വെറൈറ്റി വിഷയം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡെത്ത് സ്ട്രോക്കിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഞാൻ നോക്കിയിട്ട് മാർവലിലാണ് എനിക്ക് കുറച്ചുകൂടി ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉള്ളത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സൂപ്പർ ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമുള്ളതിന് ഡെഡ്പൂൾ. ഡെഡ്പൂൾ കഴിഞ്ഞിട്ട് എനിക്ക് ഏത് സൂപ്പർ ഹീറോ ഉള്ളൂ. അതിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഡെഡ്പൂൾ 3 മൂവി വന്നതോടെ എനിക്ക് പണ്ടേ കോമിക്കിലെ ഡെഡ്പൂളിനെ ഭയങ്കര ഇഷ്ടമാണ്. മൂവിയിലെ ഡെഡ്പൂൾ വിഷയം റയൻ റെനോൾഡ്സ് ഒരു രക്ഷയില്ലാതെ ഡെഡ്പൂൾ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മാർവലിൽ പിന്നെ നോക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ ഉണ്ട്, അയൺ മാൻ ഉണ്ട്, വൂൾവറിൻ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടി വിഷയം ക്യാരക്ടേഴ്സ് ഉള്ളത് പേഴ്സണലി എനിക്ക് മാർവെല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര മാർവൽ ഫാൻ ബോയ് ആണെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അവസ്ഥ പരിതാപകരം എന്നല്ല കുറച്ചുകൂടി ഒരു വളരെ ദയനീയം എന്ന് പറയേണ്ട രീതിയിൽ ഇപ്പോഴത്തെ മാർവലിൻ്റെ ലെവൽ വന്നിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന 2 പുതിയ സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. അയൺ ഹാർട്ടും പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും. ഓഹ്! അത് ശരിക്കും എനിക്കത് കണ്ടിട്ട് വിഷമം തോന്നിപ്പോയി ഇത് 2 കണ്ടിട്ട്. അയൺമാനെയും ക്യാപ്റ്റൻ അമേരിക്കയും രണ്ടുപേരും അവരെ കറുത്തവരാക്കി. ആയിക്കോട്ടെ കുഴപ്പമില്ല അതെന്തേലും ആട്ടെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മാർവൽ യൂണിവേഴ്സിൻ്റെ ഒറിജിനൽ കോമിക് യൂണിവേഴ്സിൻ്റെ അടുത്തായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് ഇവര് സിനിമാറ്റിക് യൂണിവേഴ്സിനെ കൊണ്ടുവരുന്നത്. മാർവൽ കോമിക് യൂണിവേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി മിസ്മാച്ചുകളൊക്കെ ഉണ്ട്. പല പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി നേരം എടുക്കും. അതെന്തേലും ആട്ടെ. ഞാൻ നോക്കിയിട്ട് ഈ മാർവലിൻ്റെ ഏറ്റവും വലിയ കറന്റ് ഇഷ്യൂ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയ കറന്റ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് പകരം ഒന്നെങ്കിൽ അഭിനയിക്കുന്ന ആള്, അതൊന്നെങ്കിൽ അഭിനയിക്കുന്ന ആളുടെ ആക്ടറിൻ്റെ പേര്, അല്ലെങ്കിൽ ആക്ടറിൻ്റെ ജെൻഡർ, ആക്ടറിൻ്റെ തൊലിയുടെ കളറോ അങ്ങനെയൊക്കെ വെച്ചാ ഇവരിപ്പോൾ സിനിമ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ട് കറന്റ് മാർവലിലെ സാധനങ്ങളെല്ലാം പട്ടിതീട്ടങ്ങളായി വരുന്നത്. മാർവെലിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് പിന്നെ നല്ല സിനിമ ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഡെഡ്പൂൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പളും മാർവൽ സിനിമ കാണാനേലും ഞാൻ പോകാൻ താല്പര്യമുള്ളത്. അതല്ലാതെ അവരുടെ നമ്മുടെ സീരീസ് ലോക്കി വാട്ടിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ ഒരു ഒരു ഭംഗിയില്ല ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട് ഇപ്പോഴത്തെ മാർവലിൻ്റെ അവസ്ഥ കണ്ട് കഴിഞ്ഞാൽ. അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അവര്. അതൊക്കെ പോട്ടെ. നമ്മുടെ ഇപ്പം റീസെന്റ്‌ലി ക്യാപ്റ്റൻ അമേരിക്ക പുതിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ ട്രെയിലർ വന്നു. എനിക്കത് കണ്ടിട്ട് ഇത് ഏത് യൂണിവേഴ്സ് ഒരു ഒരു ബന്ധവും കണക്കുമില്ലാത്ത രീതിയിൽ എനിക്ക് മൊത്തം കൺഫ്യൂഷനായി പോയി അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട്. അതിനകത്ത് അവര് റെഡ് ഹൾക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. റെഡ് ഹൾക്കിനെ അവര് ഈ ക്യാപ്റ്റൻ അമേരിക്ക ഫാൽക്കൻ്റെ എതിരാളിയായിട്ട് റെഡ് ഹൾക്കിനെ കൊണ്ടുവന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. റെഡ് ഹൾക്ക് ഹൾക്കിൻ്റെ എതിരാളിയാണ്. ഹൾക്ക് ഷീ ഹൾക്ക് വന്നു. ഷീ ഹൾക്ക് വന്ന് ഹൾക്ക് പോയി അത് ഒലിച്ചു പോയി. അതിനെ നോക്കിയിട്ട് കാര്യമില്ല. അത് തീർന്നു. ഹൾക്കിൻ്റെ കഥ തീർന്നു. അതെന്തേലും ആട്ടെ. അത് കഴിഞ്ഞിട്ട് റെഡ് ഹൾക്കിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവൻ്റെ വില്ലനായിട്ട് നമ്മുടെ ഫാൽക്കനല്ല സോറി ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പോഴത്തെ ക്യാപ്റ്റൻ്റെ വില്ലനായിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ അവര് സിനിമയുടെ സ്റ്റോറി പോകാതിരിക്കാൻ വേണ്ടി വല്ല കുറച്ച് സീൻസൊക്കെ കാണിച്ച് അല്ലെങ്കിൽ വേറെ കഥ വേറെ രീതിയിലായിരിക്കും പോകുന്നത്. നമ്മുടെ ട്രെയിലറിൽ അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. കഥ മാറി നമുക്ക് ലീക്കാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ പല പരിപാടി ചെയ്യാറുണ്ട്. അങ്ങനെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഏതായാലും അവര് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് ഡിസേർവ് ചെയ്യുന്ന ബക്കിയാന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ബക്കി നമ്മുടെ നമ്മുടെ ഹോളിവുഡിലെ വോക്ക് ജനറേഷൻ്റെ ഇതായതുകൊണ്ട് ഒരു വൈറ്റ് ലീഡിന് കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആന്റണി മാക്കിക്ക് അവര് കൊടുത്ത് ആന്റണി മാക്കിനെ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ആക്കി എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്കങ്ങനെയാ തോന്നുന്നത്. അല്ലാതെ ഫാൽക്കൻ ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ റോൾ കൊടുക്കേണ്ട ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഞാൻ പറയുകയാണെങ്കിൽ സ്പൈഡർമാൻ്റെ ഷീൽഡ് കൊടുക്കുന്നതേ കുറച്ചുകൂടി സെറ്റപ്പായെന്നേ ഞാൻ പറയുള്ളൂ. അതിന് നടക്കില്ല. അത് വേറെ എന്തെങ്കിലും ആട്ടെ. അത് സ്റ്റോറി വേറെ റൂട്ടിലേക്ക് പോവാ എന്തെങ്കിലും ആട്ടെ. ഓക്കെ കൊടുത്തു. ഇവന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് എന്താ ഉദ്ദേശിച്ചേക്കുന്നേലും പോലും മനസ്സിലായില്ല. ഇവന് പുതിയ സൂട്ട് കിട്ടുന്നു, ഇവൻ പറക്കുന്നു, ഷീൽഡ് വെച്ചിട്ട് ആൾക്കാരെ ഇടിച്ചിടുന്നു, മിസൈൽ വെടിവെച്ച് പൊട്ടിക്കുന്നു. കഥ എന്ത് വഴിക്ക് പോകുന്നു? അതിന്റകത്ത് മൊത്തം കറുത്ത ക്യാരക്ടേഴ്സാ അതിന്റകത്ത് മൊത്തം. മെയിൻ ലീഡ് മൊത്തം കറുത്തതും, വില്ലന്മാര് മൊത്തം വെളുത്തതും. അതെനിക്ക് തോന്നുന്നേ ഒരു ഹോളിവുഡിന്റെ ഒരു വോക്ക് ജനറേഷന്റെ സെറ്റപ്പായിരിക്കണം. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതെന്തേലും ആട്ടെ. ഇപ്പോൾ കറന്റ് ഇപ്പോഴത്തെ മാർവലിന്റെ അവസ്ഥ ഡെഡ്പൂൾ വന്ന് അതിനെ കുറച്ച് രക്ഷിച്ചു. പക്ഷേ ഡെഡ്പൂൾ ഒരാളെ കൊണ്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് മൊത്തം രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും ഡെഡ്പൂൾ അതിൻ്റെ 3 പറഞ്ഞ പോലെ മാർവൽ ജീസസ് ആയിരിക്കണം ഡെഡ്പൂൾ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ രക്ഷിക്കണമെങ്കിൽ. അവനെക്കൊണ്ട് പറ്റും. പക്ഷേ അവനും ഞാൻ പറഞ്ഞില്ലേ
റയൻ റെയ്നോൾഡ്സിനും ഹ്യൂ ജാക്ക്മാനും പ്രായമായി. ഇനി അവരെ കൊണ്ട് എത്ര സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അത് നമുക്ക് കണ്ടറിയാം. മറ്റേ സെക്ഷൻ്റെ അകത്തുള്ള മാർവലിലെ പുതിയ ജനറേഷൻ്റെ സെക്ഷനിലൊന്നും യാതൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം തീട്ടമേൽ തീട്ടമായിട്ടാണ് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിന് ഫാൻസ് ഉണ്ടാവും. അയൺ ഹാർട്ടിനൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് ഓൾഡ് ജനറേഷൻ ഇഷ്ടമായതുകൊണ്ടായിരിക്കും അയൺ ഹാർട്ടിനും പുതിയ ക്യാപ്റ്റൻ അമേരിക്കയ്ക്കൊക്കെ ഫാൻസ് ഉണ്ടാവുമായിരിക്കും. എനിക്കറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് പേഴ്സണലി വളരെ, വളരെ ബോറായിട്ടാണ് കറണ്ട് മാർവലിൻ്റെ അവസ്ഥ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇനി രക്ഷപ്പെടുമായിരിക്കും. ചിലപ്പോൾ കുറച്ച് കണ്ട് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും കറണ്ട് ലെവൽ വെച്ചിട്ട് നല്ല തീട്ടായിട്ടെല്ലാം പോകുന്നത്. ഇപ്പൊ ഈ മാർവെൽ ഇതിങ്ങനെ പോയി താഴത്തേക്ക് പോകുമ്പോഴും നമ്മുടെ ഇപ്പോഴും നോക്കുന്ന സമയത്ത് ഡിസി ഇപ്പോൾ പതിയെ പതിയെ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവസാനം ഡിസി വന്ന് മാർവെലിനെ ഓവർടേക്ക് ചെയ്യുമോന്ന് എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാം നമുക്ക് കണ്ടറിയാം ഇതിൻ്റെ രണ്ടിൻ്റെയും അവസ്ഥ എന്തെന്ന്. കാരണം ലാസ്റ്റ് നമ്മുടെ ബാറ്റ്മാനൊക്കെ വന്നത് ജസ്റ്റിസ് ലീഗ് സ്നൈഡർ കട്ട് അല്ലാതെ അവർ ശരിക്കും റിലീസ് ചെയ്ത സാധനമൊക്കെ നമുക്കറിയാം എന്ത് നല്ല ശോചനീയമായിട്ടാണ് ഇറക്കിയത്. സ്നൈഡർ കട്ട് കുറച്ചുകൂടെയും ബെറ്റർ ആയിരുന്നു. പക്ഷേ ആ കോമഡി പറയുന്ന ബാറ്റ്മാനെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമായിപ്പെട്ടില്ല. അതൊന്നും ബാറ്റ്മാൻ അല്ല. ബാറ്റ്മാൻ ഒരിക്കലും കോമഡി പറയില്ല. അതെന്തേലും ആട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് സീരീസ് ഇറക്കുന്നു. നമ്മുടെ ജോക്കറിന്റെ ഇപ്പോൾ പുതിയ സിനിമയൊക്കെ ഇറങ്ങിയത് എന്ത് കുന്തമാണെന്തോ ഇത്. ജോക്കർ ശരിക്കും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോട്ടിക് വില്ലനാ. അവനെ ഒരു ഹീറോ ആയിട്ടൊക്കെ ഇവര് കാണിച്ചേക്കുന്നത്. ഏത് വഴിക്കാ പോണേന്ന് പോലും എനിക്കറിയാൻ പാടില്ല നമ്മുടെ ഹോളിവുഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിപ്പോ നമ്മുടെ ഹോളിവുഡിലുള്ള ഡയറക്ടർമാർസും റൈറ്റേഴ്സും ഒക്കെ ഇനി നമുക്ക് ചിലപ്പോ ഈ സൂപ്പർ ഹീറോസിനെയൊക്കെ രക്ഷിച്ച് മാർവലിനെ ഡീസിനെയൊക്കെ രക്ഷിക്കോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. കറണ്ട് പോണ പോക്ക് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ല. എല്ലാം നല്ല താഴത്തേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം അതിന്റെ അവസ്ഥ എന്താവുമെന്ന്.